ശ്രീ മനോജ് മുത്തേട. സർ, നമ്മുടെ നാടിനെ ഗൗരവമായി ബാധിക്കുന്ന ലഹരി വ്യാപനത്തിനെതിരായി ഈ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായ മുന്നേറ്റമാണ് ഓപ്പറേഷൻ തൂഫാൻ. ഇതിൻ്റെ ഏറ്റവും വലിയ റെയ്ഡുകളും അറസ്റ്റുകളും നടക്കുന്നത് എൻ്റെ നിയോജകമണ്ഡലമായിട്ടുള്ള പെരുമ്പാവൂരിലാണ്. കാരണം 1 ലക്ഷത്തിലധികം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അധിവസിക്കുന്ന പെരുമ്പാവൂരിൽ അതിശക്തമായ മുന്നേറ്റമാണ് നടക്കുന്നത്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ പിടിക്കപ്പെടുന്ന ആളുകൾ ലഹരിയുടെ അളവ് അവരുടെ പിടിക്കുമ്പോൾ അവർ കൈവശമുള്ള ലഹരി വസ്തുക്കളുടെ അളവ് കുറവാണെന്നതിൻ്റെ പേരിൽ പലപ്പോഴും സ്റ്റേഷനിൽ നിന്ന് അവർ ജാമ്യത്തിൽ ഇറങ്ങിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെ അളവ് നോക്കാതെ തന്നെ ജാമ്യം കിട്ടാത്ത നിലയിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവർ വ്യാപിക്കുന്നവർക്കെതിരായിട്ടുള്ള കർശനമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി പുതിയ നിയമനിർമ്മാണം നടത്താൻ ഗവൺമെൻറ് തയ്യാറാകുമോ? ഒരു കാര്യം. മറ്റൊന്ന്, പെരുമ്പാവൂരിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കേസുകൾ ഓരോ ദിവസമുണ്ട്. പക്ഷേ പോലീസിൻ്റെ എണ്ണം കുറവാണ്. പോലീസ് അതിശക്തമായി ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എണ്ണം കുറവായതുകൊണ്ട് അവർക്ക് വേണ്ടത്ര രീതിയിൽ ഉദ്ദേശിക്കുന്ന തലത്തിൽ അവർക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് പോലീസ് സേനയുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമങ്ങളും ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി. സാർ, ഇവിടെ ഇതിൻ്റെ സോഴ്സാണ് പ്രധാനം. സാർ, ഇപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ മാത്രമല്ല, അതിഥി തൊഴിലാളികളായ അവരുടെ ചില ആളുകൾ, എല്ലാവരെയും നമുക്ക് പറയാൻ കഴിയില്ല, ചില ആളുകൾ ഇത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, മയക്കുമരുന്നുകൾ എല്ലാം കൊണ്ടിരുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് ഇത് സംബന്ധിച്ച് ഒരു കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കുന്നത് അവരുടെ സഹകരണം തേടുകയാണ്. കാരണം ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ മയക്കുമരുന്നും കേരളത്തിലേക്ക് വരുന്ന റൂട്ടും മറ്റു കാര്യങ്ങളും പരാമർശിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ കത്ത് അയച്ചിട്ട് അവരുടെ സഹകരണം തേടുകയാണ്. DGP മറ്റ് DGPമാരുമായി ഇതുമായി ബന്ധപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഏജൻസികളുടെയും യോഗം വിളിച്ചു. അതിനകത്ത് നേവി ഉണ്ടായിരുന്നു, കസ്റ്റംസ് ഉണ്ടായിരുന്നു, CRPF ഉണ്ടായിരുന്നു, അതോടൊപ്പം ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു. അവരെല്ലാം വിളിച്ചു ചേർത്ത് അവരുടെ സഹകരണം, കോസ്റ്റൽ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം DRA ഉണ്ടായിരുന്നു. അവരെല്ലാം ഇതിന് സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാർ, നമ്മൾ വളരെ സജ്ജമായ നിലയിൽ, ആസൂത്രിതമായ നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും സാർ 2 വിദേശ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. പത്തനംതിട്ടയിൽ പന്തളം പോലീസാണ്. 2 നൈജീരിയ സ്വദേശികളാണ്. അവരായിരുന്നു ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി. ഒരാളെ ഡൽഹിയിൽ കേരള പോലീസ് പോയി ഡൽഹിയിൽ വെച്ച് വളരെ ശ്രമകരമായ നിലയിൽ ഫൈറ്റ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്തു. ഒരു നൈജീരിയ യുവതിയെ ബാംഗ്ലൂരിൽ നിന്ന് വളരെ ശ്രമകരമായ നിലയിൽ കേരള പോലീസ് പോയി അറസ്റ്റ് ചെയ്തു. അപ്പം നമ്മളതിൻ്റെ സോഴ്സിലേക്ക് പോവുകയാണ്. പെരുമ്പാവൂർ ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. അതുകൊണ്ടാണ് പോലീസ് വളരെ ശക്തമായ നിലപാട് അവിടെ എടുക്കുകയും അത് എല്ലാ പത്രമാധ്യമങ്ങളും പോലീസിൻ്റെ ആ നടപടിയെ അഭിനന്ദിക്കുകയും ചെയ്തു. ശക്തമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട മെമ്പർ മനോജ് മുത്തേടൻ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം ശരിയാണ് സാർ. NDPS ആക്ട് കേന്ദ്ര ആക്റ്റാണ്. കേന്ദ്ര ആക്ടിൽ കൈവശം വെക്കാവുന്ന ക്വാണ്ടിറ്റിയെ പറ്റി പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്തും ഞാനിത് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയപ്പെടുത്തിയതാണ്. പക്ഷെ അവരത് നിരോധിക്കാത്തതിൻ്റെ കാരണം ചില മരുന്നുകൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്നുള്ള ഒരു വശം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അന്ന് രാജ്നാഥ് സിംഗ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്. എങ്കിലും MP-മാരുടെ യോഗത്തിൽ ഞങ്ങൾ ആ കാര്യം ഉന്നയിക്കും. കേന്ദ്ര ഗവൺമെൻറ് നിയമ ഭേദഗതി വരുത്തണം. രാജ്യത്തിൻ്റെ ഭാവിയെ, തലമുറയെ ഓർത്തുകൊണ്ട് ഈ മയക്കുമരുന്ന് വ്യാപനം നടത്തുന്ന, വിൽപ്പന നടത്തുന്ന, ഉപയോഗിക്കുന്നവരെ കർശനമായി ശിക്ഷിക്കാൻ NDPS ആക്ടിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെടുന്നു.